ഞാൻ ആര്യ. ഇന്ന് നമ്മൾ SCERT മൂന്നാം ക്ലാസ്സിലെ സയൻസ് ആണ് പഠിക്കുന്നത്. അപ്പൊ 2024 LP UP KTET തുടങ്ങിയ എല്ലാ എക്സാംസിലും ഈ ഒരു ഭാഗം പഠിക്കണം. അപ്പൊ LP UPയുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ LP UP 2024 LP UP പ്ലേലിസ്റ്റ് എന്നതിൽ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ഭാഷാപരമൊക്കെ അതിലുണ്ട്. കാണാത്തവരെ പ്ലേലിസ്റ്റ് നോക്കി അതൊക്കെ കാണുക. അതുപോലെ നമ്മുടെ ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക. അപ്പൊ ഈ ബുക്കിന്റെയും അതിനുശേഷമുള്ള അപ്ഡേറ്റഡ് മലയാളം ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ ആയിട്ട് ബുക്ക് വാങ്ങുന്നവർക്ക് 22 രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ ഒരു വർഷം വാലിഡിറ്റിയിൽ SCERT ക്ലാസ് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ വാങ്ങാത്തവർ വേഗം വാങ്ങുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതുപോലെ LDC CPO ഡിഗ്രി ലെവൽ തുടങ്ങിയ പരീക്ഷകൾക്ക് ഉള്ള മലയാളം ക്ലാസ്സുകൾ ഫ്രണ്ട്ലി PSC ആപ്പിലുണ്ട്. വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. SCERT മൂന്നാം ക്ലാസ്സിലെ സയൻസ് ആണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് പൂത്തും തളിർത്തും. അതിൽ കുറച്ച് ഫാക്ട്സ് പഠിക്കാനുണ്ട്. മുള, അതായത് പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും ചെറിയ സസ്യം ഏതാണെന്ന് ചോദിച്ചാല് മുളയാണ്. പെട്ടെന്ന് വേഗത്തിൽ വളരുന്നതാണ്. അതുപോലെ അതിന്റെ പ്രത്യേകത, മുള ഒരിക്കൽ മാത്രമേ പൂക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാല് പൂത്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയും ചെയ്യും. അതുപോലെ ആയിരക്കണക്കിന് വിത്തുകൾ, അങ്ങനെ ചുമ്മാ നശിച്ചു പോകുന്നതല്ല, ആയിരക്കണക്കിന് വിത്തുകൾ മണ്ണിൽ നിക്ഷേപിച്ചിട്ടാണ് ഓരോ മുളയും നശിച്ചു പോകുന്നത്. പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ്? മുള. മുളയുടെ പ്രത്യേകതയും നമ്മൾ പഠിച്ചു. അടുത്തത് നീലക്കുറിഞ്ഞി എന്ന ചെടിയുടെ പ്രത്യേകതയാണ്. 12 വർഷത്തിൽ ഒരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്നു. പിന്നെ നീലഗിരി മലയിലാണ് അത് കാണപ്പെടുന്നത്. അടുത്ത സസ്യമാണ് റഫ്ലേഷ്യ. റഫ്ലേഷ്യയുടെ പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും വലിയ പൂവാണ് റഫ്ലേഷ്യ. ഏകദേശം ഒരു കൊടയുടെ അത്ര വലിപ്പം ഉണ്ടാവും. പിന്നെ ഇതിന് ഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധമാണ്. അതായത് വണ്ടുകളെയും മറ്റും ആകർഷിക്കുന്ന രീതിയിൽ രൂക്ഷമായ ഗന്ധമാണ് ഇതിനുള്ളത്. അപ്പോ പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം പഠിച്ചു. നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കലാണ് പൂക്കുന്നത്. റഫ്ലേഷ്യ ഏറ്റവും വലിയ പൂവാണ് ലോകത്തിലെ തന്നെ. രണ്ടാമത്തെ ചാപ്റ്ററായ കുഴിയാന മുതൽ കൊമ്പനാന വരെ, അതായത് ആഹാര രീതി അനുസരിച്ച് നമ്മള് ജീവികളെ സസ്യാഹാരികളെന്നും മാംസാഹാരികളെന്നും മിശ്രാഹാരികളെന്നൊക്കെ തിരിക്കാറുണ്ട്. പിന്നെ രക്ഷപ്പെടൽ തന്ത്രത്തിൽ പഠിക്കാനുള്ളത്, ശരീരത്തിന്റെ നിറം മാറ്റി രക്ഷപ്പെടുന്ന ഒരു ജീവി ഉണ്ടല്ലോ, ഓന്ത്. അപ്പോ ഓന്ത് നിറം മാറ്റി രക്ഷപ്പെടുന്നത് പോലെ വാല് മുറിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്ന ജീവിയാണ് പല്ലി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പ്രകൃതി നൽകിയ കഴിവുകളാണ് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അപ്പോ ജന്തുക്കൾക്ക് മാത്രമല്ല സസ്യങ്ങൾക്കും ഉണ്ട് ഇത്തരം കഴിവുകൾ. അപ്പോ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് അനുകൂലനങ്ങൾ. അപ്പൊ ശരീരത്തിന്റെ നിറം മാറ്റി, അതുപോലെ വാൽ മുറിച്ച് ജീവികളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന ജീവികളുണ്ട്. ഈ കഴിവിന് പറയുന്ന പേരാണ് അനുകൂലനങ്ങൾ. കുടിവെള്ളം ശുദ്ധീകരിക്കാൻ, മൂന്നാമത്തെ ചാപ്റ്റർ, കുടിവെള്ളം ശുദ്ധീകരിക്കാൻ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. പിന്നെ ജലാശയം ശുദ്ധമായി സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അടുത്തതൊരു PSC ക്വസ്റ്റ്യൻ ആണ്. ഡ്രൈ ഡേ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് പണ്ട് PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്? അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തില് കൊതുക് മുട്ടയിട്ട് പെരുകുമെന്നും കൊതുക് നമുക്ക് പല ഡെങ്കു പോലുള്ള അസുഖങ്ങൾ വരുത്തുമെന്നൊക്കെ നമുക്കറിയാം. ചുറ്റുപാടുമുള്ള ചിരട്ടയും ഉപേക്ഷിച്ച പാത്രവും ടയറ് കുപ്പി കളിപ്പാട്ടങ്ങൾ ഇതിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക. ഇതിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ കമത്തിക്കളയുക. എന്നാൽ ഓരോ 7 ദിവസം കൂടുമ്പോഴും ഇവയിൽ കെട്ടി നിൽക്കുന്ന വെള്ളം മറിച്ചു കളയണം. ഇങ്ങനെ കൊതുകുകൾ വളരുന്ന സാഹചര്യം ഒഴിവാക്കാം. ഇപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിലും വീടുകളിലുമൊക്കെ നടത്തുന്ന ഈ പ്രവർത്തനമാണ് ഡ്രൈ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ കെട്ടിക്കിടക്കുന്ന വെള്ളം ഊറ്റിക്കളയുന്ന പരിപാടി, കൊതുക് വളരാതിരിക്കാൻ, അതിന് പറയുന്നത് എന്താണ്? ഡ്രൈ ഡേ. അപ്പൊ ഡ്രൈ ഡേ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കൊതുക് നിവാരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് പാനീയ ചികിത്സ. എന്തൊക്കെ അസുഖം വരുമ്പോഴാണ് വെള്ളം കുടിച്ച് അത് ചികിത്സ കണ്ടെത്തുന്നത്? വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം വളരെയധികം നഷ്ടപ്പെടും. നഷ്ടപ്പെട്ട ജലാംശം ശരീരത്തിന് തിരിച്ചു നൽകാൻ പാനീയ ചികിത്സ നടത്തണം. അപ്പോൾ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ അതിനെതിരായിട്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. അതിനായിട്ട് ഉപ്പിട്ട കഞ്ഞിവെള്ളവും ഉപ്പും പഞ്ചസാരയും ചേർത്ത് നാരങ്ങ വെള്ളം, ഉപ്പിട്ട സംഭാരവും കരിക്കും വെള്ളവും ഒക്കെ ഉപയോഗിക്കാം. അതാണ് പാനീയ ചികിത്സ എന്ന് അറിയപ്പെടുന്നത്. 5ാമത്തെ ചാപ്റ്ററിൽ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരെണ്ണേ ഉള്ളൂ. പഴങ്ങളുടെ രാജാവ് ആരാണ്? പഴങ്ങളുടെ രാജാവ് മാങ്ങയാണ്. പഴങ്ങളുടെ രാജാവ് മാങ്ങ. ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. അതായത് 7ാമത്തെ വർണ്ണച്ചിറകുകൾ വീശി വീശി. 3ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിസ്സാര കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പുഴു പ്യൂപ്പ ആകുന്നത് കാണാം. ചിത്രശലഭത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് പറയുന്നത്. അപ്പൊ ആദ്യം മുട്ട വിരിഞ്ഞ് പുഴു പിന്നെ പ്യൂപ്പയായി മാറും. പ്യൂപ്പയിൽ നിന്നാണ് പൂമ്പാറ്റ ഉണ്ടാവുന്നത്.
ഇവിടെ 2 പോയിന്റ് ഉണ്ട്. അതായത് ഈ കാണുന്ന ആദ്യത്തെ ശലഭത്തിന്റെ പേരാണ് ഗരുഡ ശലഭം. അത് കഴിഞ്ഞ് കാണുന്ന ഈ കുഞ്ഞു ശലഭത്തിന്റെ പേരാണ് രത്നനീലി. നമ്മുടെ രാജ്യത്ത് കാണുന്ന വലിയ പൂമ്പാറ്റയാണ് ഡാഷ് ഗരുഡ ശലഭം. ചെറിയ പൂമ്പാറ്റയോ രത്നനീലി. അതുപോലെ ചെറിയ ഇനം പൂമ്പാറ്റകൾ 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെയും വലിയ ഇനം പൂമ്പാറ്റകൾ 3 ആഴ്ച മുതൽ 20 ആഴ്ച വരെയുമാണ് ജീവിക്കുന്നത്. വളരെ കുറച്ച് നാളെ വരെ ജീവിക്കുകയുള്ളൂ, ആഴ്ച കണക്കിന്. അതുപോലെ വരയൻ കടുവ ശലഭങ്ങളുടെ സ്ട്രൈപ്പ് ടൈഗർ, ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത് 9 ആഴ്ചയുമാണ്. പിന്നെ കേരളത്തിൽ കാണപ്പെടുന്ന വിവിധ ശലഭങ്ങളുടെ പേരാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഞാനത് വായിക്കാൻ പോവാണ്. തകരമുത്തി, കരിയില ശലഭം, അരളി ശലഭം, നാട്ടുറോസ്, നീലക്കടുവ, എരുക്കുതപ്പി, നീലക്കുടുക്ക, വിലാസിനി, സ്ലേറ്റ് ഫ്ലാഷ്, നാട്ടുകോമാളി, പുലിത്തയ്യൻ, ചക്കര ശലഭം, തവിടൻ ആര, കറുപ്പൻ, മഞ്ഞപ്പാപ്പാത്തി. കേരളത്തിൽ കാണുന്ന ശലഭങ്ങൾ. മണ്ണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് 3-ാം ക്ലാസ്സുകാർക്ക് പഠിക്കാനുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ. മണ്ണിരെ എന്ത് പറയാറുണ്ട്? കർഷകരുടെ കൂട്ടുകാരെന്ന് പറയാറുണ്ട്. എക്കൽ മണ്ണ്, മണല്, ചെമ്മണ്ണ്, കളിമണ്ണ്, കരിമണ്ണ് എന്നിങ്ങനെയാണ് മണ്ണിനങ്ങളെ തിരിക്കാവുന്നത്. ജലത്തോടൊപ്പം ഒഴുകി വരുന്ന മേൽമണ്ണ് അടിഞ്ഞുകൂടുന്ന മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. പിന്നെ മണൽ മണ്ണിന്റെ പ്രത്യേകത എന്താ? ചെറു തരികളായിട്ട് ഉള്ളത് മണ്ണാണ്. പിന്നെ ചുവന്ന നിറത്തിലുള്ള മണ്ണിന്റെ പേരാണ് ചെമ്മണ്ണ്. പിന്നെ പശിമയുള്ള മണ്ണാണ് ഏത്? കളിമണ്ണ്. കറുത്ത നിറത്തില് തരിതരിയായി കാണപ്പെടുന്ന മണ്ണാണ് കരിമണ്ണ് എന്ന് പറയുന്നത്. ഈ പലതരം മണ്ണുകൾ പഠിച്ചു. ഇവയ്ക്ക് പലതിനും ജലം സംഭരിക്കാനുള്ള ശേഷി ഒരേപോലെയല്ല. മണൽ മണ്ണുണ്ടല്ലോ, ആ തരിതരിയായിട്ട് കാണപ്പെടുന്ന മണ്ണില്ലേ, അപ്പൊ അതിന് ജലസംഭരണ ശേഷി വളരെ കുറവാണ്. അതുപോലെ ജൈവ വസ്തുക്കൾ അലിഞ്ഞു ചേർന്നിട്ടുള്ള ചെമ്മണ്ണിനാണ് എന്ത്? ജലസംഭരണ ശേഷി കൂടുതൽ. അപ്പൊ ജലസംഭരണ ശേഷി കൂടുതൽ ചെമ്മണ്ണിന്, കുറവുള്ളത് മണൽ മണ്ണിനാണ്. സുരക്ഷിത യാത്ര എന്ന ഭാഗത്ത് സിഗ്നൽ ആണ് പഠിക്കാനുള്ളത്. റെഡ് സിഗ്നൽ ആണെങ്കിൽ എന്താ? നിർത്തൂ എന്നാണ് അർത്ഥം. അപ്പൊ മഞ്ഞ വരുമ്പോഴോ, ഇപ്പൊ അടുത്ത് പോവാറാവും എന്ന് പറഞ്ഞ് നമ്മളെ തയ്യാറാക്കി നിർത്താനുള്ളതാണ് മഞ്ഞ. പച്ചയോ, മുന്നോട്ട് പോവുക എന്നാണ് സിമ്പിൾ. കേരളക്കരയിലൂടെ എന്ന ഭാഗത്ത് പഠിക്കാനുള്ളത് ഇരവികുളം ദേശീയോദ്യാനം. എവിടെ ആയിരിക്കും? ഇരവികുളം ഇടുക്കിയിലാണ്. അവിടെ സംരക്ഷിക്കുന്ന പ്രധാന ജീവി വർഗം എന്ന് പറയുന്നത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വരയാടാണ്. വരയാട്. രാജമല സ്ഥിതി ചെയ്യുന്ന, രാജമല എന്ന് പറയുന്നത് വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ്. അപ്പൊ ഇരവികുളത്ത് രാജമല, ഇടുക്കിയിലാണ് ഇരവികുളം. അവിടെ സംരക്ഷിക്കുന്ന ജീവി വരയാടാണ്. ഇന്ത്യ കേരളത്തിലടുത്ത് 1956 നവംബർ 1-നാണ് ഐക്യ കേരളം രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ കേരള പിറവി എന്ന് ആഘോഷിക്കുന്നത് നവംബർ 1-നെയാണ്. LP UP കാർക്കായിട്ടുള്ള ഭാഷാഭേദത്തിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, ഭാഷാപരം എന്ന സെക്ഷനിലെ. അപ്പൊ അത് LP UP കാരെ കണ്ടിട്ട് പോകണം, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു ഭാഗമാണ്, ചെയ്തിട്ടിട്ടുണ്ട് ക്ലാസ്. അടുത്തൊരു ഫാക്ട് എന്ന് പറയുന്നത് മഗല്ലൻ. ആരാണ് മഗല്ലൻ? ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ കണ്ടെത്തി. ഭൂമി ഉരുണ്ടതായതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ തിരിച്ചെത്താം. അതായത് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തിയത് ആരാണ്? മഗല്ലനാണ്. രാവും പകലും എന്താണെന്ന് അറിയാലോ? സൂര്യപ്രകാശം പതിക്കുന്നവിടെ പകലാണ്, പതിക്കാത്ത ഭൂമിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ രാത്രിയാണ്. അത് ഇഗ്ലൂ എന്ന് പറയുന്നത് എന്താണ്? അതായത് മഞ്ഞ് വീടുകൾക്കാണ് ഇഗ്ലൂ എന്ന് പറയുന്നത്. എല്ലാ കാലത്തും മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്താണ് ഇത്തരം വീടുകൾ നിർമ്മിക്കുന്നത്. ഇവ താൽക്കാലിക വീടുകളാണ്. ഇതിന്റെ ചുമരും മേൽക്കൂരയും എല്ലാം എന്തുകൊണ്ടാണ്? മഞ്ഞ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളില് ചൂടായിരിക്കും. പുറത്തെ അപേക്ഷിച്ച് ഉള്ളില് ഒരു ചൂട് നിലനിൽക്കും. അതാണ് ഇഗ്ലൂവിന്റെ പ്രത്യേകത. വസ്ത്രത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള എന്താണ്? ചെമ്മരിയാടിന്റെ രോമത്തിൽ നിന്നാണ് കമ്പിളി ഉണ്ടാക്കുന്നതെന്നും പരുത്തി ചെടിയുടെ കായിൽ നിന്നാണ് പഞ്ഞി ഉണ്ടാക്കുന്നതെന്നും ഈ പഞ്ഞി കൊണ്ടാണ്, അല്ല, പരുത്തി ചെടിയുടെ കായിൽ നിന്നാണ് പഞ്ഞി ലഭിക്കുന്നത്. ഈ പഞ്ഞി കൊണ്ടാണ് പരുത്തി വസ്ത്രം ഉണ്ടാക്കുന്നത്. ഇനി പട്ടുവസ്ത്രങ്ങൾ നിർമ്മിക്കുന്നോ? മൾബറി ചെടിയിൽ വളരുന്ന ഒരുതരം പുഴുവുണ്ട്, പട്ടുനൂൽ പുഴു. അതിന്റെ കൊക്കൂൺ ഉപയോഗിച്ചാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. പട്ടുനൂല് കൊണ്ട് വസ്ത്രം നിർമ്മിക്കും. ഇനി കൃത്രിമനാരാണ് പറയുന്നത്. കൃത്രിമ നാരുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്നതാണ് പോളിസ്റ്റർ, കൃത്രിമ പട്ട് മുതലായ വസ്ത്രങ്ങൾ. അപ്പൊ SCERT 3-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് 4-ാം ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം.